നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ജനം കേരള ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് അഫ്സൽ. പ്രധാന വാർത്തകൾ. 2 വർഷം നീണ്ടുനിന്ന വംശഹത്യക്ക് വിരാമം. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഹിജാബ് വിവാദം. വർഗീയ വേർതിരിവുണ്ടാക്കാൻ അണിയറങ്ങൽ അജണ്ടകൾ നടക്കുന്നെന്ന് പോലീസ്. ഒച്ച ആർട്സ് ഫെസ്റ്റിന് ഉജ്ജ്വലമായ തുടക്കം. മത്സരാർത്ഥികൾ ആവേശിച്ചുകൊണ്ട്. ഏഷ്യ കപ്പ് മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം. ചീരവൈരികളായ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. വിശദമായ വാർത്തകളിലേക്ക്. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആരംഭിച്ച നരനായാട്ടിന് വിരാമമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 വെടിനിർത്തൽ കരാറിൽ ഹമാസ് പ്രതിനിധികളും ഇസ്രായേൽ ഗവൺമെൻറ് പ്രതിനിധികളും ഒപ്പുവെച്ചതോടെയാണ് ഗസയിൽ വീണ്ടും സമാധാനം പുലർന്നത്. എന്നാൽ ഈ സമാധാനം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് ഇപ്പോഴും ഉറപ്പ് പറയാനാവില്ല. ഏത് സമയവും കരാർ ലംഘിക്കുന്ന നിലപാടാണ് ഇതുവരെയും ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഗസയിൽ ഇപ്പോൾ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബന്ദികളെ പരസ്പര കൈമാറ്റവും ഗസയുടെ പുനർനിർമ്മാണവും കരാറിലുണ്ട്. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഹിജാബ് വിവാദത്തെ വർഗീയ ധ്രുവീകരണത്തിനുള്ള ആയുധമായി പലരും ഉപയോഗിക്കുന്നു എന്ന് എറണാകുളം റേഞ്ച് DIG ഡോക്ടർ ശ്രീനിവാസ് IPS മാധ്യമങ്ങളോട് പറഞ്ഞു. സ്കൂൾ അധികൃതരെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തലത്തിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയത്തെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പർവ്വതീകരിച്ച് ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ പലരും ശ്രമിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്ര ക്രൈസ്തവ പക്ഷ പാർട്ടി നേതാവും സ്കൂൾ PTA പ്രസിഡന്റുമായ ജോഷിയും ഗാസ പോലെയുള്ള തീവ്ര സംഘടനകളുമാണ് ഇതിൻ്റെ പിന്തുണയെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ പ്രതിനിധി ഷുക്കൂർ ചേരുന്നു. ഹലോ ഷുക്കൂർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം സർ. അപ്പോൾ എന്തൊക്കെയാണ് സ്കൂളിലെ നിലവിലെ സാഹചര്യങ്ങൾ? സംഭവം നടന്ന സെന്റ് റീത്താസ് സ്കൂളിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ. എറണാകുളം റേഞ്ച് DIG ഡോക്ടർ ശ്രീനിവാസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്നും TC വാങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് തിരികുകയാണ്. കേരളത്തിലെ പ്രശസ്ത മതവിദ്യാലയമായ റംലി എഡ്യൂക്കേഷണൽ കോംപ്ലക്സിലെ വിദ്യാർത്ഥികളുടെ കലാമാവാകമായ ഒച്ച ആർട്സ് ഫെസ്റ്റിൻ്റെ പ്രോജ്വലമായ തുടക്കം. ഉച്ചത്തിലാവണം ഒച്ച എന്ന പ്രമേയത്തിൽ നടക്കുന്ന മത്സരത്തിൽ റഫ, റമല്ല എന്നീ ഗ്രൂപ്പുകളിലായാണ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത്. ഗസ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അനീതികൾക്കെതിരെയുള്ള ശബ്ദമാകാനാണ് ഫെസ്റ്റിനും ഗ്രൂപ്പുകൾക്കും ഈ പേരുകൾ തിരഞ്ഞെടുത്തതെന്ന് ഫെസ്റ്റ് കോർഡിനേറ്റർ സിയാദ് ഫൈസി പറഞ്ഞു. വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം ഷെയ്ഖുന ഹംസ ഉസ്താദിൻ്റെ ഖബർ സിയാറത്തോടെ ആരംഭിച്ച പരിപാടി ഉസ്താദിൻ്റെ മകനും സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയുമായ അനസ് ബിൻ ഹംസ റംലി ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനത്തിൻ്റെ സഹകാരികൾ, സ്ഥാപനത്തിലെ ഉസ്താദുമാർ എന്നിവരും പങ്കെടുത്തു. മത്സരം നടക്കുന്ന റംലി കോംപ്ലക്സിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ സഹൽ തത്സമയം ചേരുന്നു. പറയൂ സഹൽ, എങ്ങനെയുണ്ട് മത്സരങ്ങൾ? ഹലോ, കേൾക്കുന്നുണ്ട്. മത്സരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടേക്ക് തന്നെ വരാം. ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് ഇവിടുത്തെ അവസ്ഥ, എന്താണ് മത്സരമൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞത്, ഇതുവരെ എന്താണ് ഓരോ ടീമിൻ്റെയും അവസ്ഥ, എത്രത്തോളം പരിതാപകരമാണ്, ആരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്? ആരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്? താങ്കളുടെ പേരെന്താണ്? മുഹമ്മദ് അൻസരി. ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? ടീം റമല്ലയാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം. വിദ്യാർത്ഥികളുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരിക്കുന്നു? വിദ്യാർത്ഥികളുടെ പ്രതികരണം വലിയ കുഴപ്പമില്ല. നമുക്ക് മറ്റുള്ള വിദ്യാർത്ഥികളുമായിട്ട് ഒന്നും കൂടി സംസാരിച്ച് നോക്കാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താ താങ്കളുടെ പേരെന്താ? മുഹമ്മദ് ആദിൽ. മത്സരത്തെ പറ്റി പറയാനുള്ളത്? നല്ല മത്സരമാണ്. എല്ലാവരും നന്നത് അവതരിപ്പിക്കുന്നത്.
ഇപ്പൊ ആരാണ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മളല്ല. ആരെ ജയിക്കാൻ സാധ്യത എന്ന് താങ്കൾക്കൊന്ന് പ്രവചിക്കാൻ കഴിയുമോ? ഇത് പറയാൻ പറ്റുമോ? താങ്കൾക്ക് പ്രവചിക്കാൻ കഴിയുമോ? തീർച്ചയായും റമൽ തന്നെ ജയിക്കും. താങ്കളുടെ പേരെന്താ? ആരായിരിക്കും ജയിക്കുക? ഒരു വിദ്യാർത്ഥി പറയുന്നത് റഫ ജയിക്കുമെന്നാണ്. അതേ, നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, വാർത്തയിലേക്ക് തിരികെ വരാം. ഏഷ്യ കപ്പിൽ വീണ്ടും ഇന്ത്യൻ ആധിപത്യം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കൊട്ടിൽ ചിരവൈരികളായ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ തങ്ങളുടെ 9ാം കിരീട നേട്ടം ആഘോഷമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിൽ ഇറങ്ങിയ പാകിസ്ഥാൻ 19 പോയിന്റ് 1 ഓവറിൽ 146 റൺസിൽ ഓൾ ഔട്ടായി. 13 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിൽ നിന്ന് തുടർച്ചയായ വിക്കറ്റ് നഷ്ടത്തിലൂടെ പാക് ബാറ്റിംഗ് നിലപരിശമായി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ 19 പോയിന്റ് 4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തോടെ വിജയം സ്വന്തമാക്കി. പാകിസ്ഥാന് വേണ്ടി ഫർഹാനും ഇന്ത്യക്ക് വേണ്ടി തിലക് വർമ്മയും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യൻ ബോളിംഗ് നിരയിൽ കുൽദീപ് യാദവും പാക് നിരയിൽ ഫഹീം അഷ്റഫും മികച്ച പ്രകടനം നടത്തി. മത്സരശേഷം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് തലവനുമായ മുഹസിൻ നഖവിയിൽ നിന്ന് കിരീടം വാങ്ങാൻ വിസമ്മതിച്ച് ഇന്ത്യൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി. സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടുള്ള വിയോജിപ്പാണ് ഇതിന് കാരണമെന്നാണ് സൂചന. തുടർന്ന് ACC പ്രതിനിധി ട്രോഫിയുമായി ഗ്രൗണ്ടിൽ നിന്നും മടങ്ങി. സംഭവം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമായി അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ വാർത്തയും ട്രോളുമായി മാറിയിരിക്കുകയാണ്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 2 വർഷം നീണ്ടുനിന്ന വംശഹത്യയ്ക്ക് വിരാമം. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഹിജാബ് വിവാദം. വർഗീയ വേർതിരിവുണ്ടാക്കാൻ അണിയറയിൽ അജണ്ടകൾ നടക്കുന്നുണ്ടെന്ന് പോലീസ്. ഒച്ച ആർട്സ് ഫെസ്റ്റിന്റെ ഉജ്ജ്വലമായ തുടക്കം. മത്സരാർത്ഥികൾ ആവേശത്തോടെ. ഏഷ്യ കപ്പ് മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം. ചിരവൈരികളായ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ബിസിനസ് ടോക്കുമായി ഉടനെ വേണു ചേരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.